ഹായ് ഓൾ അസ്സാം വലൈക്കും റെസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മുളക് കറിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ മീനിൻ്റെ തല വെച്ചിട്ട് മുളക് കറി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നൊരു സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം അല്ലേ. ഒരു ഒഴിച്ചു കൂട്ടാൻ പറ്റും, നമുക്ക് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. മീൻകറി മീനിൻ്റെ അയക്കൂറിൻ്റെ തല വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്നുള്ളത് നോക്കാം. ഒരു 10-15 ചെറിയ ഉള്ളി, ഞാനിവിടെ ഒരു 15ഓളം ചെറിയ ഉള്ളി ചതച്ചിട്ടിട്ടുണ്ട്. അതായത് മുറിച്ചിടല്ല ചെയ്തത്, ഞാനൊരു അമ്മി വെച്ചിട്ട്, അതായത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ഇതില്ലേ അത് വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ 1 കിലോനോളം അയക്കൂറിൻ്റെ തലയുണ്ടായിരുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 3-4 പീസ് കുടംപുളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അതുപോലെ തന്നെ ഒരു 2 വലിയ തക്കാളി റൗണ്ടിൽ അരിഞ്ഞിട്ടുണ്ട്. റൗണ്ടിൽ അരിഞ്ഞെന്ന് വെച്ചാൽ വേഗത്തിൽ വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 3-4 പീസ് പച്ചമുളകും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത്, അത് രണ്ടും കൂടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മതിയേ. ഇനി നമുക്ക് നല്ലൊരു മൺചട്ടി വെച്ച് കൊടുത്ത് അതിൽ ഒരു 3-4 ടേബിൾ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് എന്താക്കുക, 1 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുക. കടുകിനെ ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒരു 3-4 പീസ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മൺചട്ടി തന്നെ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ പിന്നെ ചെമ്പിലുണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്നാലും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ്. ഈ ചട്ടിയിൽ നമുക്ക് നല്ല വറ്റിച്ചിട്ടുള്ള മുളക് കറി ഉണ്ടാക്കുക, അതായത് വറ്റിച്ചിട്ട് വെക്കുന്നില്ല നമ്മൾ മുളകിട്ട്, അങ്ങനെ ആക്കുക. ഇപ്പം ഞാൻ വറ്റിച്ചിട്ടല്ലേ വെക്കുന്നത്, ചോറിന് ഒഴിച്ചിട്ട് കൂട്ടാൻ പറ്റുന്നൊരു കറിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ചെറിയുള്ളി നന്നായിട്ടൊന്ന് കളർ മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ 2 തക്കാളിയോളം റൗണ്ടിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതും കൂടി വഴറ്റിയെടുക്കുക. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനുള്ള മസാലകളാണ്. അതായത് 2 ടേബിൾ സ്പൂണോളം തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ പോരാതെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മസാലൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് പിന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അതായത് ഈ മുളക് നമ്മൾ ഇട്ട് കൊടുത്തതിന് നല്ലോണം ഒന്ന് ചൂടായി അതിൽ എണ്ണ തെളിഞ്ഞ് വരും, അതുവരെ ഇതിൽ നിന്ന് ചട്ടിയിൽ നിന്നൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിം ഇട്ടാൽ മതി, കാരണം മുളക് കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ പിന്നെ ടേസ്റ്റ് മാറും. അപ്പോൾ നന്നായിട്ട് ഇപ്പം എൻ്റെ എണ്ണയൊക്കെ മേലൊരു തെളിഞ്ഞ് വന്നാണ്ടില്ലേ, അതേ രൂപത്തിൽ തന്നെ മുളകിടുമ്പോൾ ആക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഞാൻ ഇവിടെ സോക്ക് ചെയ്ത് വെച്ച കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുത്തേക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നല്ല ചൂടാക്കിയ വെള്ളമാണ്. ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലത്. എന്താ വെച്ചാൽ ചട്ടിയിൽ നിന്ന് ചൂടാകുന്ന എന്നാലും നമ്മൾ എക്സ്ട്രാ ഒരു പാത്രത്തിൽ അപ്പുറത്തെ സ്റ്റൗവിൽ ചൂടാക്കിയതിന് ശേഷം ഇത് വെച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആയിക്കിട്ടും ചെയ്യും. ടേസ്റ്റും ഒരു വേറെ തന്നെ ഒരു ലെവലാണെന്ന് തന്നെ പറയാം. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണോളം മറ്റേ ടൊമാറ്റോ പേസ്റ്റ് ഇല്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ജസ്റ്റ് ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് അത്. ഇതിന് ശേഷം നമുക്ക് മീൻ കറിയൊക്കെ നമ്മൾ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എന്താക്കുക, അയക്കൂറിൻ്റെ തലയില്ലേ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതായത് തിള വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടെല്ലാം ഇട്ടെടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക, ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശേഷം ആ ബെല്ലൈക്കണും ഒന്ന് ഓളുന്ന ഓപ്ഷനും കൊടുക്കുക. പോരാതെ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഉപ്പ് ശ്രദ്ധിക്കണം, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം മീൻ കറി ആകുമ്പോൾ എപ്പോഴും അറിയാമല്ലോ, മീൻ വെന്തതിന് ശേഷമാണ് നമുക്ക് ഉപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. കാരണം മീനിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടതൊന്നും പോരാതെയായി, പിന്നെയും ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആൾ ചോദിക്കാറുണ്ടായിരുന്നു ഉപ്പിൻ്റെ അളവ് കറക്റ്റ് ഒന്ന് പറഞ്ഞാന്നൂടെ എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, പോസിബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ചില ഉപ്പുകൾ നല്ല ഉപ്പായിരിക്കും, ഉപ്പ് രസം കൂടുതലായിരിക്കും. ചിലത് എത്ര ഇട്ട് കഴിഞ്ഞാലും പോരാത്ത
ഉപ്പിടാത്ത പോലെ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് പറഞ്ഞു കഴിയുമ്പോൾ എന്തായാലും അതിൽ ഡിഫറൻറ്റ് വരുമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ആദ്യം തന്നെ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഇട്ടിട്ട് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, നല്ലോണം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇടങ്ങാറാന്നല്ലേ. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ കിഡിലെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.